الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين. നമുക്കിനി സൂറത്ത് യൂനുസിലെ 91-92 സൂക്തങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الآن وقد عصيت قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون الآن ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? വഖദ് അസൈത തീർച്ചയായും നീ ധിക്കരിക്കുകയായിരുന്നു, അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. ഖബലു ഇതിന് മുമ്പൊക്കെയും. വകുൻത മിനൽ മുഫ്സിദീൻ നീ ഫസാദുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, നാശകാരികളിൽ പെട്ടവനായിരുന്നു. നീ ഫസാദുണ്ടാക്കുന്നവരിൽ ആയിരുന്നു പെട്ടത്. ഫൽ യൗമ ഇന്ന്, നുനജ്ജീക നിന്നെ നാം രക്ഷപ്പെടുത്തും, ബി ബദനിക നിന്റെ ജഡത്തെ, നിന്റെ ശരീരത്തെ, ലി തക്കൂന നീ ആയിത്തീരണം, അല്ലെങ്കിൽ ആയിത്തീരുന്നതിന്, ലിമൻ ഖൽഫക നിനക്ക് പിന്നിലുള്ളവർക്ക്, ആയത്തൻ ഒരു അടയാളം, ഒരു തെളിവ്, ഒരു ദൃഷ്ടാന്തം. വ ഇന്ന കസീറ മിനൻ നാസി ജനങ്ങളിലെ അധികം ആളുകളും അൻ ആയാത്തിന നമ്മുടെ അടയാളങ്ങളെ സംബന്ധിച്ച്, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, ല ഗാഫിലൂൻ തീർച്ചയായും അശ്രദ്ധർ തന്നെയാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇപ്പോഴാണോ, വഖദ് അസൈത ഖബ്ലു മുമ്പൊക്കെ നീ അനുസരണക്കേട്, ധിക്കാരം കാണിക്കുകയായിരുന്നു. വകുൻത മിനൽ മുഫ്സിദീൻ നീ നാശമുണ്ടാക്കുന്നവരിൽ, ഈ കുഴപ്പമുണ്ടാക്കുന്നവരിൽ പെട്ടവനുമായിരുന്നു. ഫൽ യൗമ ഇന്ന്, നുനജ്ജീക നാം നിന്നെ രക്ഷപ്പെടുത്തും, ബി ബദനിക അഥവാ നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തും. ബദന് എന്ന ജീവനില്ലാത്ത ജഡം എന്നാണ് ബദന്. ലി തക്കൂന ലിമൻ ഖൽഫക ആയത്തൻ ലി തക്കൂന നീ ആയിത്തീരുന്നതിന്, ലിമൻ ഖൽഫക നിന്റെ പിൻഗാമികൾക്ക്, നിന്റെ പിന്നിലുള്ളവർക്ക്, ആയത്തൻ ഒരടയാളമായിട്ട്. വ ഇന്ന കസീറം മിനൻ നാസി ജനങ്ങളിലെ ധാരാളം ആളുകൾ, അൻ ആയാത്തിന നമ്മുടെ അടയാളങ്ങളെ സംബന്ധിച്ച്, ല ഗാഫിലൂൻ തീർച്ചയായും അശ്രദ്ധയിലാകുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലദി ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായീൽ വിശ്വസിച്ചിട്ടുള്ള, അവനല്ലാതെ ആരും ഇലാഹായിട്ടില്ലയോ അവനിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന് ഫിർഔൻ ചെങ്കടലിൽ മുങ്ങി മരണം മുമ്പിൽ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. വ അന മിനൽ മുസ്ലിമീൻ മുഅ്മിൻ മാത്രമല്ല മുസ്ലിമുമാണ് എന്ന് ആ സമയത്തൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ അള്ളാഹ് അതിനെ ഉള്ള ഒരു മറുപടി എന്നോണം പറയാണ്. ആൽ ആൻ, അ കൂട്ടണം, അൽ ആൻ. അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥം. അൽ ആന ഇപ്പോൾ. അതിൻ്റെ മുമ്പ് ഒരു ചോദ്യത്തിൻ്റെ ആ കൂടി ചേർക്കുക. അപ്പോൾ അ അൽ ആൻ എന്നാണ്. അ അൽ ആൻ ഇപ്പോൾ അല്ലേ, ഇപ്പോഴല്ലേ. അപ്പോൾ അത് കൂട്ടി ഓതുമ്പോഴാണ് ആൽ ആൻ. ഒരു ഹംസിനെ മറ്റേ ഹംസിൽ ഇദ്ഗാം ചെയ്തിട്ടാണ് ആൽ ആൻ. ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ബാക്കി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ സമയത്ത് വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. വഖദ് അസൈത ഖബ്ലു മുമ്പ് നീ ഇസ്യാൻ ചെയ്യാൻ, അനുസരണക്കേട്, അസൈത നീ അനുസരണക്കേട് ചെയ്തു. ഖബ്ലു മുമ്പ് നിന്റെ ജീവിതത്തിലുടനീളം നീ അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. നമുക്ക് വിശദീകരിച്ചാൽ മനസ്സിൽ നമുക്കറിയാലോ ആ കാര്യം.
ഫിറൗനിൻ്റെ സംഘവും അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ പ്രവാചകനോടും വേദത്തോടും ഒക്കെ ചെയ്ത ധിക്കാരങ്ങൾ. കുന്ത മിനൽ മുഫ്സിദീൻ, നീ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ, കുഴപ്പമുണ്ടാക്കുന്നവരിൽ, നാശമുണ്ടാക്കുന്നവരിൽ പെട്ടവനായിരുന്നു. ഫസാദ്, വംശഹത്യ നടത്തുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉപദ്രവിക്കുക, പള്ളികൾ പൊളിക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും ഫാഷിസ്റ്റുകൾ ചെയ്തതാണ്. ഫിറൗനും ചെയ്തത് തന്നെയാണ്. ഫിറൗനിൻ്റെ ശേഷം വന്ന ഫാസിസ്റ്റുകളുമൊക്കെ ചെയ്തതാണ്. അതാണ് കുന്ത മിനൽ മുഫ്സിദീൻ, നീ ഫസാദ് ഉണ്ടാക്കുകയായിരുന്നു. ഫൽയൗമ, ഇന്ന് നുനജ്ജീക, നിന്നെ നമ്മൾ രക്ഷപ്പെടുത്തും. ഫിറൗനും സംഘവും മൂസാ നബി അലൈഹി സ്വലാമയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല, മടങ്ങി വരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം സൈന്യമാണല്ലോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കൊട്ടാരവാസികളായ മറ്റുള്ളവർക്ക് എന്ത് ഇപ്പോൾ ഒരു മടങ്ങി വരേണ്ട സമയമായല്ലോ, എന്താണ് ഇവർ മടങ്ങി വരാത്തത് എന്നിങ്ങനെ ആലോചിച്ച് പിന്നെ അവർ തെരഞ്ഞു വരികയാണ്. തെരഞ്ഞു വരുമ്പോൾ അന്ന് അയാളുടെ ജഡം കരക്കടഞ്ഞിരിക്കുന്നു. കരക്കടിഞ്ഞു. അതാണ് ഫൽയൗമനു, ആ ജഡം അവരെടുത്തു കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് പിന്നെ എന്താ മമ്മിയാക്കിയിട്ട് പിരമിഡിൻ്റെ ഉള്ളിൽ കബറടക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിരമിഡ് കയറ്റുകയാണല്ലോ ചെയ്യുക. അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണവും ഉപകരണങ്ങളൊക്കെ അതിൻ്റെ കൂടെ അവർ വെക്കുക. അതാണ് ഈജിപ്തിലെ പിരമിഡുകളായി ലോകാത്ഭുതങ്ങളിൽ പെട്ടതായിട്ട് മാറി നിൽക്കുന്ന. അപ്പം മരിച്ചിട്ട് മാത്രമല്ല, മരണാനന്തരവും ജനങ്ങൾക്ക് വലിയ ദ്രോഹമായിരുന്നു. അത്രയും വലിയ പിരമിഡ്, അത്രയും വലിയ കല്ലുകൾ, ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ ഉയർത്തി അങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽപ്പെട്ട് എത്ര ആൾ ഞെരിഞ്ഞമർന്ന് മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഫൽയൗമ നുനജ്ജീക, അപ്പോൾ ആ ജഡം അവർ എടുത്തുകൊണ്ട് നജ്ജ എന്ന രക്ഷപ്പെടുത്തി. ഇന്ന് നിന്നെ നമ്മൾ രക്ഷപ്പെടുത്തും. നിന്നെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ബദന് പറഞ്ഞാൽ ജീവനില്ലാത്ത ശരീരം, ജഡം. നമ്മൾ മയ്യത്ത് എന്നൊക്കെ പറഞ്ഞ ജഡം. ജിസ്മ് എന്നാണ് പറയുക. ജീവനുള്ള ശരീരത്തിന് ജിസ്മ് എന്നാണ് പറയുക. ജിസ്മ്. ഫൽയൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ജഡത്തെ നമ്മൾ രക്ഷപ്പെടുത്തും. ഇത് നമ്മളും കാണുന്നതാണല്ലോ അല്ലേ. ഫിറൗനിൻ്റെ ജഡഭൗതിക ശരീരം ഇന്നും ഈജിപ്തിലുണ്ടല്ലോ, ഈജിപ്തിൽ മ്യൂസിയത്തിൽ. നമ്മൾ വീഡിയോയിലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടല്ലോ, നേരെ കണ്ടിട്ടില്ലെങ്കിലും. അപ്പോൾ അല്ലാഹ് ഒരടയാളമായിട്ട് അലി തക്കൂന ലിമൻ ഖൽഫക ആയത്ത്, നിൻ്റെ പിന്നിലുള്ളവർക്ക് ഒരടയാളമായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട്, ഒരു തെളിവായിട്ട് നമ്മളതിനെ അവശേഷിപ്പിക്കും. അപ്പോൾ ഇന്ന് ഫിറൗനിൻ്റെ ജഡമാണെന്ന് പറയപ്പെടുന്ന ഈജിപ്തിലെ മ്യൂസിയത്തിലുള്ള ആ കേടുപാടുകൾ വരാത്ത വിധത്തിൽ സംരക്ഷിക്കുന്ന അതിനെ ഗവേഷകന്മാർ മുൻകാലത്ത് പഠനം നടത്തിയിട്ട് അതിൻ്റെ മേലുള്ള വസ്ത്രത്തിൽ ഉപ്പിൻ്റെ ഒരു ആവരണമുണ്ട് എന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഉപ്പ് വെള്ളത്തിൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഫിറൗനിൻ്റെ ജഡം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗവേഷകന്മാർ. അപ്പോൾ ഫൽയൗമ നുനജ്ജീക ബിബദനിക, നിൻ്റെ ശരീരത്തെ നമ്മൾ രക്ഷപ്പെടുത്തും. ലി തക്കൂന, നീ ആയിത്തീരുന്നതിന്, ലിമൻ ഖൽഫക, നിൻ്റെ പിന്നിലുള്ളവർക്ക്, ഖൽഫന പിന്നിൽ, അല്ലെങ്കിൽ നിൻ്റെ പിന്നിൽ ജീവിക്കുന്നവർക്ക്, ശേഷം വരുന്നവർക്ക്, ആയത്തിനൊരു തെളിവായിട്ട്. അത് ഇന്നും നമ്മൾ കാണുകയാണ്, ലോകം കാണുക. അപ്പോൾ ഇത്തരം ധിക്കാരികൾക്ക് അവസാനം വരാനുള്ള പതനം ഇത്തരത്തിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇതിന് സമാനമായതായിരിക്കും എന്നൊരു ഉണർത്തലാണ്. ഇന്ന കസീറൻ മിനൻ നാസി, പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അൻ ആയാത്തിനാ ലഗാഫിലൂൻ, നമ്മുടെ ആയാത്തുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങൾ, ആയത്താണ് അടയാളം, ദൃഷ്ടാന്തം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ഗഫലത്തുള്ള, ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാണ്. അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ ഒന്നും സന്നദ്ധരാകുന്നവരല്ല ഭൂരിപക്ഷം ആളുകളും. അതിങ്ങനെ കാണും, പല ആൾക്കാരും അത് നിഷേധിക്കും. പല ആൾക്കാർ ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്ന് അപ്പോൾ അത്ഭുതം കൂറും. അതിൽ കവിഞ്ഞ് അതിനപ്പുറം ഒരു അള്ളാഹു ഉണ്ടെന്ന്, ഒരു ദൈവമുണ്ടെന്ന്, അവൻ്റെ നിയമശാസനകളുണ്ടെന്ന്, അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനെന്ന്, അവനെ അനുസരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും അവന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതും മനുഷ്യൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കാനൊന്നും അവർ ചിന്തിക്കുകയില്ല. അവർ അശ്രദ്ധരായി തന്നെ ജീവിക്കുകയായിരിക്കും. ഇന്ന കസീറ മിനൻ നാസി അൻ ആയാത്തിനാ ലഗാഫിലൂൻ എന്നൂടെ അർത്ഥം പറയാം. ഇപ്പോഴോ, അതാണ് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? അപ്പോൾ അവസരം നമുക്ക് ജീവിതകാലത്ത് തന്നിരിക്കുകയാണ്.
ഇനി മരണം അടുത്തു എന്ന് പറയുമ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ലാതെ മരണത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ല നമ്മുടെ ഈമാനും ഇസ്ലാമും ഒക്കെ പ്രകടമാവേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യമുണ്ടായിരിക്കുമ്പോൾ, സൗകര്യമുണ്ടായിരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും അവൻ്റെ ജീവിത പാഠങ്ങൾ, അവൻ നൽകിയിട്ടുള്ള ജീവിത നിയമങ്ങൾ പാലിക്കേണ്ടതൊക്കെ നമ്മുടെ ജീവിതകാലത്താണ്. മരിക്കുമ്പോൾ വിശ്വസിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതാണ് ഒരു പരിഹാസ സ്വരത്തിലാണ് അല്ലാഹു തആല ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? വഖദ് അസൈത ഖബ്ലു, ഖബ്ലു പറഞ്ഞാൽ മുമ്പ് നീ അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. വകുൻത മിനൽ മുഫ്സിദീൻ, നീ നാശമുണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്നവരിൽ പെട്ടവനുമായിരുന്നു. ഫൽയൗമ നുനജ്ജിക ബിബദനിക, ഇന്ന് നാം നിന്റെ ജീവനില്ലാത്ത ശരീരത്തെ, ജഡത്തെ രക്ഷപ്പെടുത്തും. ലിതകൂന ലിമൻ ഖൽഫക ആയതൻ, നിന്റെ പിന്നിൽ വരുന്നവർക്ക്, നിന്റെ പിന്നിൽ ജീവിക്കുന്നവർക്ക് അതൊരു പാഠമാകുന്നതിന് വേണ്ടി. വ ഇന്ന കസീറൻ മിനൻ നാസി, ജനങ്ങളിലെ അധികം ആളുകളും അൻ ആയാത്തിന, നമ്മുടെ ആയാത്തുകളെ, അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ലഗാഫിലൂൻ, അശ്രദ്ധർ തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദുനിയാവിൽ നമ്മുടെ കൺമുമ്പിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആയാത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ആരാധിച്ചും അവനെ അംഗീകരിച്ചും അവനനുസരിച്ചും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കുട്ടികളെയും നമ്മളെ മരുമക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിധേയരായി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും മുത്തഖീങ്ങളിലും മുഹ്സിനീങ്ങളിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.